അപ്പൊ നമുക്ക് തലസ്ഥാനത്തേക്ക് പോവാം അല്ലെ? തലസ്ഥാനത്തെ TV പ്രസാദ് ആണ് കാത്തു നിൽക്കുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ് വെങ്കി. പ്രസാദ്, നമ്മൾ ഈ സിദ്ധാർത്ഥനെ ഓർമ്മിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മൾ ഈ പറയുകയായിരുന്നു, ഇപ്പൊ ഈ റാഗിംഗ് വാർത്തകളൊക്കെ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പൊ എങ്ങനെയാണല്ലേ നമ്മൾ ഈ സിദ്ധാർത്ഥനെ പോലെയുള്ളവരെയൊക്കെ മറക്കുക? അതുതന്നെയാണ്, ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണല്ലോ. ഒരു നൊമ്പരം തന്നെയാണ് സിദ്ധാർത്ഥൻ എന്നുള്ളത്. സിദ്ധാർത്ഥൻ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു എന്നതാണ്. അതായത് എന്നിട്ടും 1 വർഷം പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിലും ഇപ്പോൾ വെങ്കി പറഞ്ഞതുപോലെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ മറ്റൊരു റാഗിങ്ങിൻ്റെ ദൃശ്യം നമ്മൾ കാണുകയാണ്. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ് സിദ്ധാർത്ഥ ഏറ്റുവാങ്ങിയ പീഡനങ്ങളെക്കുറിച്ച്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരുപക്ഷെ കുറച്ച് റാഗിങ് കുറഞ്ഞിട്ടുണ്ടാകാം. അതല്ലാതെ കേരളത്തിലെ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ ഒരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അന്ന് സിദ്ധാർത്ഥിനെ പ്രാകൃതമായ രീതിയിലായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. കാരണം അത്രയേറെ കേരളം ചർച്ച ചെയ്തതാണത്. അതൊരു മനസ്സിലെല്ലാവരുടെയും ഒരു വിങ്ങലായി തന്നെ നിൽക്കുന്നതാണത്. അത്രയേറെ ചർച്ച ചെയ്തിട്ടും ഇന്നും ക്യാമ്പസുകളിൽ ഇത് തുടരുന്നു എന്നുള്ളത് ഏറെ സങ്കടം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നഴ്സിംഗ് കോളേജിലും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ, അമ്മാവൻ അവരൊക്കെ ഇപ്പോഴും ശക്തമായ നിയമ പോരാട്ടത്തിലാണ്. അവർ ഇപ്പോഴും പറയുന്നത് തൻ്റെ മകനുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അവർ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു ക്രൂരമായ വിനോദം നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിലെ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് എന്നേക്കുമായി ഒഴിവായേ മതിയാവും. അതിന് സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ അതിനൊരു കരുത്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. യെസ്, TV പ്രസാദ്, മറ്റ് വാർത്തകളിലേക്ക് വന്നാലേ ഈ ബ്രൂവറി ഇപ്പോൾ അതിൽ CPI നിലപാട് അങ്ങോട്ട് കടുപ്പിക്കുകയാണല്ലേ. ഇപ്പോൾ എക്സൈസ് മന്ത്രി CPI നേതാക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടും അതിൽ നിലപാടിലൊരു മാറ്റവും വേണ്ട എന്ന് CPI അങ്ങ് തീരുമാനിക്കുന്നു അല്ലേ TV പ്രസാദ്? ഇപ്പോൾ ഈ അനുമതി നൽകിയത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? അത് CPI അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. പക്ഷേ ആ നിലപാട് അവർ എന്തായാലും പരസ്യമായി കടുപ്പിച്ച് പറയാൻ ഇതുവരെ തയ്യാറായില്ല. അതൊരു മുന്നണി സംവിധാനത്തിലെ മര്യാദ എന്ന നിലയിലാണ് CPI അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ബ്രൂവറി വേണ്ട എന്ന ഒരു നിലപാടിലേക്കാണ്, അതിൽ അനുമതി കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് CPI എത്തുന്നത്. ഈ കാര്യം LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഒരുപക്ഷെ ബുധനാഴ്ച LDF യോഗം ചേരുന്നതിന് മുമ്പായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാണാനുള്ള സാധ്യതയുമുണ്ട്. അവർ പറയുന്ന ഇതാണ്, അതായത് ജലചൂഷണം ഉണ്ടാകില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രൂവറിയിൽ ധാരാളം വെള്ളം വേണ്ടതാണ്. പാലക്കാട്ടെ ഒരു ജലനിരപ്പും അവിടുത്തെ ഒരു കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ ജലചൂഷണം ഉണ്ടാകില്ല എന്ന് ഒരു കാരണവശാലും ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബ്രൂവറി വേണ്ട എന്ന നിലപാടിലേക്ക് CPI എത്തുകയാണ്. ഇനിയിപ്പോൾ CPIയുടെ തീരുമാനത്തെ എങ്ങനെ LDF കാണും, CPM കാണും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല CPIയുടെ കൂടെ ചില ഘടകകക്ഷികളും CPIക്ക് പിന്തുണ കൊടുക്കാറുണ്ട്. എന്തായാലും ആത്യന്തികമായി LDFിൻ്റെ തീരുമാനം എന്നുള്ളത് CPM എടുക്കുന്ന തീരുമാനമാണ്. CPM എടുത്ത ഈ ഒരു തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും CPI അവരുടെ എതിർപ്പ് അറിയിക്കുന്നു എന്നതാണ്. അതെ, മറ്റൊന്ന് ഈ തീർത്തും ആശാവഹമല്ലാത്തൊരു വാർത്തയുണ്ട്. ഈ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്നിപ്പോൾ 9ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ സമരത്തിന് നേരെ കണ്ണടച്ചിരിക്കുകയാണോ പ്രസാദ്? കണ്ണടക്കുക മാത്രമല്ല റോഷ്നി, അവർക്കെതിരെ കേസെടുക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ്. ആശാവർക്കർമാർ യഥാർത്ഥത്തിൽ ഇന്ന് വലിയ ത്യാഗമനുഭവിച്ച് ജോലി ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർക്ക് തുച്ഛമായ തുകയാണ് ഓണറേറിയമായി ഇപ്പോഴും ഓരോ മാസവും കിട്ടുന്നത്. അതുതന്നെ കൃത്യമായി കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ മുമ്പത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം പ്രദേശത്തെ കാര്യങ്ങൾ, ഗർഭിണികളുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പ്രദേശത്തെ അസുഖത്തിൻ്റെ കാര്യങ്ങളും അംഗനവാടി കേന്ദ്രീകരിച്ചിട്ടാണ് അറിയാവുന്നതെങ്കിൽ ഇന്ന് അത് ഓരോ
ഓരോ ആശാവർക്കർമാരുടെ കയ്യിലും ഭദ്രമാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അവർ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്നും അവർ തയ്യാറാക്കുന്നത് നൂറുകണക്കിന് റിപ്പോർട്ടുകളാണ്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, എല്ലാറ്റിനും ആശ്രയിക്കുന്നത് ഈ ആശാവർക്കർമാരെയാണ്. പക്ഷേ അവരുടെ ഓണറേറിയത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല, അത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നുമില്ല. ന്യായമായ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. 9ാം ദിവസത്തിലേക്ക് സമരം കടന്നു. വ്യാഴാഴ്ച ഒരു മഹാസംഗമം എന്ന രീതിയിൽ പരമാവധി ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആശാവർക്കർമാർ നടത്തുന്നത്. അതേ സമയത്താണ് ആശാവർക്കർമാർക്കെതിരെ കേസെടുക്കുന്നത്. ഒപ്പം അവർ രാഷ്ട്രീയ പ്രേരിതമായുള്ള സമരമാണ് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്ന സ്ഥിതിയുണ്ടായി. അവരുടെ ആവശ്യം ന്യായമാണെന്ന് പക്ഷേ വീണ ജോർജും പറയുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ധനമന്ത്രിയും വീണ ജോർജും ഈ സമരത്തിൽ രണ്ട് തട്ടിലാകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിൻ്റെയും കാരണം. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുള്ള സമരത്തിൻ്റെ എണ്ണം കൂടുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്നതാണ്. എന്തായാലും ആശാവർക്കർമാർ പിറകോട്ടില്ല. അവർ കൂടുതൽ കരുത്തോടുകൂടി സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. യെസ്, TV പ്രസാദ്, എന്തൊക്കെയാണോ മറ്റു വാർത്തകൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാനുള്ളത്? മറ്റു വാർത്തകൾ ഒന്നുള്ളത് അനന്തു കൃഷ്ണൻ തട്ടിപ്പുണ്ടല്ലോ, പാതിവില തട്ടിപ്പ്, ഓഫർ തട്ടിപ്പിലെ പ്രധാനി എന്ന് എപ്പോഴും പോലീസ് കരുതുന്ന ആനന്ദകുമാർ പേര് രണ്ടും നല്ല സാമ്യമുള്ള പേരുകളാണ്. ആനന്ദകുമാർ സായ് ട്രസ്റ്റിൻ്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആനന്ദകുമാർ വലിയ പേരുള്ള ഒരാളായിരുന്നു തിരുവനന്തപുരത്ത്. 10-30 വർഷത്തോളം സായ് ട്രസ്റ്റിൻ്റെ വലിയ ചുമതലക്കാരനായി ഒരുപാട് പദ്ധതികളൊക്കെ നടത്തി. പക്ഷേ അനന്തകൃഷ്ണൻ്റെ വലയിൽ വീണു പോയതാണോ അല്ല അനന്തകൃഷ്ണനെ ഇറക്കിയതാണോ ആനന്ദകുമാർ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും ആനന്ദകുമാറിനെതിരെ സംസ്ഥാന വ്യാപകമായ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി വന്നു, കേസുകളായിട്ടുണ്ട്. ആനന്ദകുമാർ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ആനന്ദകുമാർ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ഇതിനകം തന്നെ പുറത്തു വന്ന തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ആദ്യം റിപ്പോർട്ടറിനോടാണ് ആനന്ദകുമാർ സംസാരിച്ചത്. അന്ന് ആനന്ദകുമാർ പറഞ്ഞത് അനന്തു കൃഷ്ണനെ തന്നെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെൻ്റ് ആയിരുന്നു എന്നാണ്. ലാലി വിൻസെൻ്റ് പിന്നീട് അത് പരസ്യമായി നിഷേധിക്കുകയും ചെയ്തു. ലാലി വിൻസെൻറ്റിൻ്റെ പരിചയമല്ല, മറിച്ച് ആനന്ദകുമാർ തന്നെ അനന്തു കൃഷ്ണനെ രംഗത്തിറക്കിയിരുന്നതാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘവും എത്തുന്നത്. അത് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അതിലൊരു ക്ലാരിറ്റി വരും. എന്തായാലും ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഓക്കെ പ്രസാദ്, അപ്പൊ എന്തായാലും ആനന്ദകുമാറിന് ഇന്ന് നിർണായകം തന്നെയാണ്. ചൂട് കൂടുന്നുണ്ട് കേട്ടോ, ചൂട് ശരിയാണ്, ചൂട് കൂടുന്നുണ്ട്. അത് നമ്മൾ പറയുമായിരുന്നു തുടക്കത്തിൽ തന്നെ, നമ്മൾ പറഞ്ഞാണ് തുടങ്ങിയത് അല്ലേ?